അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് കൂടുതൽ തസ്തിക പരിഗണനയിലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. 13 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കോട്ടത്തറ ആശുപത്രിയിൽ അട്ടപ്പാടിക്ക് പുറത്തുനിന്ന് പോലും ശസ്ത്രക്രിയയ്ക്ക് രോഗികളെത്തുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോട്ടത്തറ താലൂക്ക് ആശുപത്രി ആയതിനാൽ കൂടുതൽ തസ്തിക അനുവദിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നുവരികയാണ്. കോട്ടത്തറ ആശുപത്രിയിലേക്ക് 8 ഡയാലിസിസ് യൂണിറ്റ് കൂടി നൽകാൻ സ്വകാര്യ കമ്പനി തയ്യാറായിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടിയിലുള്ളവർക്ക് ചുരമിറങ്ങാതെ ക്യാൻസറിനുള്ള കീമോയടക്കം നൽകാനുള്ള സംവിധാനം സജ്ജീകരിച്ചിട്ടുള്ളതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അപ്പോൾ അട്ടപ്പാടിയിലെ പൊതുസമൂഹത്തിന്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ശാരീരികവും മാനസികവും ആയിട്ടുള്ള ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള അവകാശം, ആ അവകാശത്തെ സംരക്ഷിക്കേണ്ടതും അത് യാഥാർത്ഥ്യമാക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സർക്കാർ എന്നുള്ള നിലയിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പും ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ 28.6-30 ശിശുമരണങ്ങൾ പോയിരുന്നു. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 30ഓളം കുഞ്ഞുങ്ങൾ അട്ടപ്പാടിയിൽ മരണമടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് അട്ടപ്പാടിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 6.8. UTV ന്യൂസ്, പാലക്കാട്.